A square prism base edge 40 mm, height 60 mm is resting on its base with a vertical face in picture plane. The station point is 80 mm above ground plane and 60 mm in front of picture plane and 120 mm left of the axis of the solid. Draw the perspective view of the solid is completely behind picture plane. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് സ്ക്വയർ പ്രിസത്തിൻ്റെ എന്താണ് പെർസ്പെക്റ്റീവ് വ്യൂ ആണ്. അതെങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ്, ഒരു ബേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വിത്ത് എ വെർട്ടിക്കൽ ഫേസ് ഇൻ പിക്ചർ പ്ലെയിൻ. അപ്പോൾ നമ്മുടെ പിക്ചർ പ്ലെയിൻ ഇതാണെന്ന് ഇമാജിൻ ചെയ്തു. ഓക്കെ, ദെൻ ഒരു ബേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോർഷൻ, രണ്ട് ബേസാണ് ഉണ്ടാവുക. ബേസ് ഒന്ന് ഇത് ടോപ്പ് ബേസ്, ഇത് ബോട്ടം ബേസ്. സോ നമുക്ക് ഒരു ബേസിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, അതിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് പിക്ചർ പ്ലെയിനിലാണ്. എത്ര ഫേസ് ഉണ്ട്? 4 ഫേസ് ഉണ്ട്. അപ്പോൾ ഒരു ഫേസ് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണുള്ളത്. ഓക്കെ, ഇങ്ങനെയാണുള്ളത്. അപ്പം അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടോപ്പ് ബേസ് ആയിരിക്കും കാണുന്നത്. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്തായിരിക്കും? ഈ പോർഷൻ, അതായത് ഈ ഫേസ് ആയിരിക്കും നമ്മൾ കാണുക. ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. സോ ഇതിൽ നമുക്ക് ആദ്യം എന്ത് വരയ്ക്കാം? പിക്ചർ പ്ലെയിൻ വരച്ചു. ഇനി വരയ്ക്കുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ പൊസിഷൻ നോക്കണം, എന്നിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ. അതായത് സ്റ്റേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കിപ്പം ഇവിടെയാണ് നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കേണ്ടത്. ടോപ്പ് വ്യൂ നമ്മൾ ഒരു ബേസ് വരയ്ക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ വരയ്ക്കാം. സെൻറ്ററിലാണ് നമ്മൾ സാധാരണ വരയ്ക്കുന്നത്. പക്ഷേ ഈ ഫിഗറിൽ നോക്കിയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് സ്റ്റേഷൻ പോയിൻറ്റ് 120 mm ലെഫ്റ്റ് ഓഫ് ദ ആക്സിസ് ഓഫ് ദ സോളിഡ്. അപ്പം 120 mm ലെഫ്റ്റിലേക്ക് വരയ്ക്കാൻ സ്പേസ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ലെഫ്റ്റിലേക്കാണ് നമുക്ക് വരയ്ക്കേണ്ട പോയിൻറ്റ്. 120 mm ലെഫ്റ്റിലായിട്ട്, അതായത് സെൻറ്റർ ഇവിടെ ആയിരുന്നെങ്കിൽ 120 mm ലെഫ്റ്റിലായിട്ട് നമുക്ക് സ്റ്റേഷൻ പോയിൻറ്റ് വരയ്ക്കണം. സോ നമ്മൾ ടോപ്പ് വ്യൂ കുറച്ച് സൈഡിലേക്ക് ആക്കിയിട്ട് വരയ്ക്കാം. ബിക്കോസ് എന്ത് ചെയ്യണം, ഈ ഫിഗറിൽ കൊള്ളണം, ഈ പേജിൽ കൊള്ളണം. അതുകൊണ്ടാണ് നമ്മൾ സൈഡിലേക്ക് വരയ്ക്കുന്നത്. ഓക്കെ, 120 mm ആണ് ലെഫ്റ്റിലേക്ക് എടുക്കേണ്ടത്. ഓക്കെ, ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 40 ആണ്. സോ നമ്മൾ 40 mm എഡ്ജുള്ള രീതിയിൽ ഒരു ടോപ്പ് വ്യൂ വരയ്ക്കുകയാണ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇവിടെ ടോപ്പ് വ്യൂ വന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെയാണ് പിക്ചർ പ്ലെയിൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പിക്ചർ പ്ലെയിനാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ടച്ച് ചെയ്തിട്ടാണുള്ളത്. ടോപ്പ് വ്യൂ 40/40 സ്ക്വയർ പ്രിസമാണ് വരയ്ക്കേണ്ടത്. സോ നമ്മൾ സ്ക്വയർ പ്രിസം 40/40 അതിൻ്റെ ബേസ് വരയ്ക്കാം. നമ്മൾ പേര് കൊടുക്കുകയാണ്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ടോപ്പിലെ ബേസ് നമ്മൾ കാണുന്ന ബേസിന് 1 2 3 4 എന്ന് കൊടുക്കുകയാണ്. സോ 1A 2B 3C 4D കൊടുത്തു. അതായത് നമ്മൾ കാണുന്ന 1 2 3 4 ആണ്. നേരെ താഴെ എന്തുണ്ട്? ABCD ഉണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം. സെൻറ്റർ പോയിൻ്റിൽ നിന്ന് എത്ര mm? ഓക്കെ, സെൻറ്റർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 20 ആണ്. ഓക്കെ, അതായത് സെൻറ്റർ പോയിൻ്റ് നമ്മൾ പിക്ചർ പ്ലെയിൻ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തു. സെൻറ്റർ പോയിൻ്റിൽ നിന്ന് എത്ര mm ഇൻ ഫ്രണ്ടിലാണ്? സ്റ്റേഷൻ പോയിൻ്റ് ഈസ് 60 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ. ഓക്കെ, 60 mm 60 mm ഇൻ ഫ്രണ്ടിലേക്ക് കൊടുത്തു. ദെൻ എന്ത് ചെയ്യാണ്? 120 mm ലെഫ്റ്റ്. ഈ പോയിൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റേഷൻ പോയിൻ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടോപ്പ് വ്യൂ ഓഫ് സ്റ്റേഷൻ പോയിൻ്റ് SP കിട്ടി. എങ്ങനെ കിട്ടിയാൽ മനസ്സിലായില്ല. സെൻറ്റർ എന്ന് വെച്ചാൽ 40യുടെ സെൻറ്റർ 20 ഇൻ ഫ്രണ്ട് 60 mm ദെൻ 120 mm ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ SP കിട്ടും. ഓക്കെ, ദെൻ റേസ് വരച്ച് വയ്ക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ചെയ്യേണ്ടത് എന്താണ്? ഫ്രണ്ട് വ്യൂ ഓഫ് സ്റ്റേഷൻ പോയിൻറ്റും ഫ്രണ്ട് വ്യൂവും വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കാം. ഗ്രൗണ്ട് പ്ലെയിൻ വരയ്ക്കണം. സോ നമ്മൾ ഗ്രൗണ്ട് പ്ലെയിൻ വരയ്ക്കുകയാണ്. ഗ്രൗണ്ട് പ്ലെയിൻ GP വരച്ചു. ഇനി ഗ്രൗണ്ട് പ്ലെയിനിൽ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ വെർട്ടിക്കൽ പിക്ചർ പ്ലെയിൻ വരച്ചിട്ടുണ്ട്. പിക്ചർ പ്ലെയിനിൽ നമ്മൾ എന്ത് വരയ്ക്കും? ഇത് വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു. പിക്ചർ പ്ലെയിൻ വരച്ച് ടോപ്പ് വ്യൂ വരച്ചു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ഈ ഫേസ് ആണ് കാണുന്നത്. ആ ഫേസിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 40/60 ആണ്. സോ നമ്മൾ ഈ ടോപ്പ് വ്യൂ നേരെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ടോപ്പ് വ്യൂ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ പോയിൻ്റ് B ആണ്. B'. ദിസ് പോയിൻ്റ് ഈസ് C'. ഓക്കെ, പിന്നെ ഹൈറ്റ് എത്രയാണ്? 60 ആണ്. സോ 60ൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നു?
ഫ്രണ്ട് വ്യൂ നമ്മൾ വരച്ചു. ഓക്കെ, ടോപ്പ് വ്യൂ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത്. ഇനി ഫ്രണ്ട് വ്യൂവിൻ്റെ പേര് കൊടുക്കണം. ഈ ഫിഗറിൽ നോക്കുന്ന സമയത്ത് മുകളിൽ 2, 3 ആണ്, താഴെ BC ആണ്. സോ ഈ പോയിൻ്റ് 2', ഇത് 3', താഴെ B', C'. ഇനി 2യുടെ നേരെ ബാക്കിൽ എന്തുണ്ടാവും? 1' ഉണ്ടാവും. 3യുടെ പിറകിൽ 4' കാണും. തന്നെ ഈ B' പിറകിൽ E', C' പിറകിൽ D'. ഓക്കെ, ഡാഷ് ഇട്ട് എഴുതണേ നമുക്ക് മറന്നു പോവും. സോ ഫ്രണ്ട് വ്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡാഷ് ഇട്ട് എഴുതുന്നത്. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? അടുത്ത കിട്ടേണ്ടത് ഫ്രണ്ട് വ്യൂ ഓഫ് സ്റ്റേഷൻ പോയിൻ്റ് ആണ്. സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് വരുന്നത്? 80 mm അബവ് ഗ്രൗണ്ട് പ്ലെയിൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? SP സെയിം ലൈനിൽ 80 mm അബവ് ആയിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം? സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ SP' നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? എല്ലാ പോയിൻറ്റ്സിന്നും SP' ലൈൻസ് വരച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? പോയിൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിന്ന് വെർട്ടിക്കലി ലൈൻസ് വരച്ചിട്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ 1A എന്ന പോയിൻറ്റിന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എടുത്തു. അതിൽ നേരെ വെർട്ടിക്കലി എന്ത് ചെയ്യാണ്? താഴേക്ക് വരയ്ക്കുകയാണ്. ഈ ലൈൻസ് എല്ലാം വളരെ തിന്നായിട്ട് വരയ്ക്കാവും. ഓക്കെ, വെർട്ടിക്കലി താഴേക്ക് വരച്ചു. ദെൻ ഇത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് 1'A മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ ക്യാപിറ്റൽ 1 എന്ന് കൊടുത്തു. 11 എന്ന് കൊടുത്തു. ദെൻ SP' to A' മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിന് നമ്മൾ എന്ത് കൊടുത്തു? ക്യാപിറ്റൽ A കൊടുത്തു. ഓക്കെ, അടുത്ത പോയിൻ്റ് അതായത് 4D എന്ന പോയിൻറ്റിന് വരുന്നതാണ്. അപ്പോൾ അതിന് നേരെ താഴേക്ക് നമ്മൾ വെർട്ടിക്കലി ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ദെൻ അത് 4D എന്ന് വരുന്നതാണ്. സോ 4' മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിന് നമ്മൾ 41 എന്ന് കൊടുത്തു. ദെൻ D' മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിന് ക്യാപിറ്റൽ D കൊടുത്തു. ഓക്കെ, അടുത്ത ലൈൻ എന്ന് പറയുന്നത് 2B എന്നാണ് വരുന്നത്. 2Bയിൽ എന്ന് പറയുന്ന പോയിൻ്റ് PP തന്നെയാണ്. സോ നേരെ താഴേക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പോയിൻ്റ് 2 എന്ന പോയിൻറ്റിൽ വരുന്നതിന് നമ്മളതിന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, പിക്ചർ പ്ലെയിനിൽ പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ തന്നെ ആയിരിക്കും. എന്നാലും നമുക്ക് പേര് കൊടുക്കാം. 21 എന്ന് കൊടുത്തു. ദെൻ B എന്ന പോയിൻറ്റിന് ക്യാപിറ്റൽ B എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഈ 3C എന്നാണ്. 3C എന്ന് വെർട്ടിക്കലി താഴേക്ക് വരയ്ക്കുമ്പോൾ ഈ പോയിൻറ്റിന് നമ്മൾ 31 എന്ന് കൊടുത്തു. ഈ പോയിൻറ്റിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ക്യാപിറ്റൽ C എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളെ പോയിൻറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ജോയിൻ ചെയ്യണമെങ്കിൽ ഔട്ടർ പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്യണം. അതായത് 1 to A, ദെൻ ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചു. അടുത്ത വരയ്ക്കേണ്ടത് എന്താണ്? ഫ്രണ്ട് വ്യൂ ഓഫ് സ്റ്റേഷൻ പോയിൻ്റ് ആണ്. സ്റ്റേഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? സ്റ്റേഷൻ പോയിൻ്റ് 80 mm എബവ് ഗ്രൗണ്ട് പ്ലെയിൻ ആണ്. സോ നമ്മൾ ഈ സെയിം ലൈനിൽ തന്നെ 80 mm എബവ് ആയിട്ട് സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തു. ഓക്കെ, SP' മാർക്ക് ചെയ്തു. ദെൻ എല്ലാ പോയിൻറ്റ്സിന്നും SP' ലൈൻസ് വരയ്ക്കാം. ഓക്കെ, അടുത്ത നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. അതായത് 1A എന്ന പോയിൻ്റ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ വെർട്ടിക്കലി ലൈൻ താഴേക്ക് വരയ്ക്കുകയാണ്. വെർട്ടിക്കലി താഴേക്ക് ലൈൻ വരയ്ക്കുമ്പം ഓക്കെ, SP' to 1' മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിന് നമ്മൾ 11 എന്ന് പേര് കൊടുത്തു. ദെൻ SP' to A' എന്ന ലൈൻ എവിടെ? ഓക്കെ, ദിസ് ഇസ് A'. ഓക്കെ, SP' to A' എന്ന പോയിൻറ്റ് നമ്മൾ ക്യാപിറ്റൽ A കൊടുത്തു. അടുത്ത നമ്മൾ വരയ്ക്കുന്നത് 4D എന്ന പോയിൻ്റ് എന്നാണ്. 4D എന്ന പോയിൻ്റ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് നമ്മൾ താഴേക്ക് വരയ്ക്കുന്നു. ദെൻ SP' to 4' മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിന് 41 എന്ന് കൊടുത്തു. SP' to D' മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിന് ക്യാപിറ്റൽ D കൊടുത്തു. ദെൻ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് 2B ആണ്.
2B എന്ന പോയിൻ്റ് എന്ന് പറയുന്നത് PP തന്നെയാണുള്ളത്. സോ നേരെ താഴേക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ 2ൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് അത് ഈ ഫ്രണ്ട് വ്യൂയിലെ പോയിൻ്റ് തന്നെ, അത് നമ്മൾ 2-1 എന്ന് കൊടുത്തു. ദെൻ B എന്ന പോയിൻ്റ് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിന് ക്യാപിറ്റൽ B കൊടുത്തു. നെക്സ്റ്റ് 3C ആണ് ഓൾറെഡി ഇൻ PP. സോ നമ്മൾ താഴേക്ക് വരയ്ക്കുമ്പോൾ ഈ പോയിൻറ്റിന് 3-1 എന്ന് കൊടുത്തു. C എന്ന പോയിൻ്റ് ക്യാപിറ്റൽ C എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഔട്ടർ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യണം. ഔട്ടർ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യാൻ 1 to A വരച്ചു. ദെൻ 1 to 4 ജോയിൻ ചെയ്തു. ദെൻ 4 to 3-1 ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ദെൻ A to B. ഔട്ടർ പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്യുന്നു, അതായത് ഔട്ടർ പോയിൻറ്റ്സ് എല്ലാം വിസിബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ്. ഇതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. വ്യൂ പോയിൻ്റ് നമ്മൾ കാണുന്നത് A1 കാണും. A1 നമ്മൾ കാണുന്ന എഴുതിയിട്ടുണ്ട്. 2B കാണും. 2B നമ്മൾ വരച്ചിട്ടുണ്ട്. സോ 2B ഓൾറെഡി വരച്ചിട്ടുണ്ട്. അടുത്തത് AB കാണും. സോ AB വരച്ചിട്ടുണ്ട്. 1 to 2 കാണും. 1 to 2 എന്നത് വരയ്ക്കാം. കാണുന്നതെല്ലാം വിസിബിളായിട്ട് വരയ്ക്കുകയാണ്. 1 to 2 കാണും. ദെൻ 2, 3 വരച്ചിട്ടുണ്ട്. BC വരച്ചിട്ടുണ്ട്. ദെൻ 2B എന്ന ലൈൻ വരച്ചിട്ടുണ്ട്. 3C വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കേണ്ടത് A1 എന്ന ലൈൻ വരച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് 4D നമ്മൾ വരച്ചിട്ടില്ല. 4 to D എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് കാണില്ല. സോ 4 to D ഇൻവിസിബിളാണ്. അതിനെ ഇൻവിസിബിൾ ആക്കിയിട്ട് വരയ്ക്കുക. ഓക്കെ, ദെൻ അടുത്ത ലൈൻ എന്ന് പറയുന്നത് A to D ആണ്. അതും ഇൻവിസിബിളാണ്. A to D ഇൻവിസിബിൾ ആക്കിയിട്ട് വരച്ചു. ABCD എന്ന ബേസിൽ നമ്മൾ AB കാണും, BC കാണും, CD നമ്മൾ കാണില്ല. സോ CD എന്ത് ചെയ്തിട്ട് വരയ്ക്കണം? ഇൻവിസിബിൾ ആക്കിയിട്ട് വരയ്ക്കണം. ഓക്കെ, AD നമ്മൾ കാണില്ല. ഇനി 1, 2, 3, 4 എന്ന ബേസ്, ടോപ്പിലെ ബേസിൽ 1 to 2, 2 to 3 എല്ലാം കാണും. കാരണം അത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓൾറെഡി ഫ്രണ്ട് വ്യൂവിൽ വരച്ചിട്ടുണ്ട്, അതെല്ലാം കാണും. സോ ദിസ് ഈസ് ദ പെർസ്പെക്റ്റീവ് വ്യൂ ഓഫ് ദ സ്ക്വയർ പ്രിസം.